ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രശസ്ത പിന്നണി ഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്ത്യം. മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 5 തവണ മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന അവാർഡും 1 തവണ തമിഴ്നാട് സർക്കാരിന്റെ അവാർഡും ലഭിച്ചു. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. തമിഴ് സിനിമാ സംഗീതത്തിൽ 30 വർഷം പൂർത്തിയാക്കിയതിന് കലൈമാമണി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഭുവനേശ്വറിലെത്തി. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി നാളെ പങ്കെടുക്കും. പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ചടങ്ങിൽ സമ്മാനിക്കും. 2047 രാജ്യത്തെ വികസിത രാജ്യമാക്കുന്നതിൽ പ്രവാസി സമൂഹം വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിൽ ഉദ്ഘാടനം ഭുവനേശ്വരിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലോകത്തെ വിവിധ ഇടങ്ങളിൽ ഇന്ത്യൻ സമൂഹം മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്നതായും രാജ്യത്തിന് അഭിമാനമാകുന്നതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. പരിസ്ഥിതി സംരക്ഷണത്തിന് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും ഇതിനായി നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നതായും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ ആലപ്പുഴ സംഹതി ക്യാമ്പസിൽ നടക്കുന്ന സുഗത സൂക്ഷ്മവനം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായെത്തിയ കേന്ദ്ര സഹമന്ത്രി നാളെ കൊട്ടാരക്കര ആവണീശ്വരം പത്മനാഭപിള്ള മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കുന്ന സുഗത സൂക്ഷ്മവനം ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കും. വീട് വയ്ക്കുന്നതിന് ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷകളിൽ അതിവേഗം തീരുമാനമുണ്ടാകണമെന്നും നിയമപരമായ തടസ്സങ്ങളുണ്ടെങ്കിൽ അപേക്ഷകരെ അറിയിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് 2 ദിവസമായി ചേർന്ന ജില്ലാ കളക്ടർമാരുടെയും വകുപ്പ് മേധാവികളുടെയും വാർഷിക സമ്മേളനത്തിന്റെ സമാപനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇയാൾ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളി. ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് മാറ്റി. വാളയാർ കേസിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ കൂടി പ്രതി ചേർത്ത് CBI കുറ്റപത്രം സമർപ്പിച്ചു. ഇരുവരും പീഡന വിവരം അറിഞ്ഞിട്ടും മറച്ചുവെച്ചതായി കുറ്റപത്രത്തിൽ പറയുന്നു. കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ തുടരന്വേഷണത്തിന് ശേഷമാണ് കേസിൽ CBI അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത്. ചേർത്തല പെരുമ്പളം LP സ്കൂളിലെ 5 കുട്ടികൾക്ക് മുണ്ടിനീര് ബാധയുണ്ടായതിനെ തുടർന്ന് സ്കൂളിന് 21 ദിവസത്തെ അവധി പ്രഖ്യാപിച്ച് ആലപ്പുഴ ജില്ലാ കളക്ടർ. ആരോഗ്യ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുമായി ചേർന്ന് മുൻകരുതൽ നടപടികൾ വിദ്യാലയങ്ങളിൽ സ്വീകരിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയതിന്റെ ആഹ്ലാദ സൂചകമായി തൃശൂർ ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ജില്ലയിലെ സർക്കാർ, എയ്ഡഡ്, അൺഎയ്ഡഡ്, CBSE, ICSE ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂളുകൾക്കും അവധിയായിരിക്കുമെന്ന് ഉത്തരവിൽ പറയുന്നു. ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യ ചോർച്ചാ കേസിൽ MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഇയാളെ കസ്റ്റഡിയിൽ വേണമെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം നിരസിച്ചത്. കണ്ണൂർ ഇരട്ടിക്കടുത്ത് പായം പഞ്ചായത്തിലെ കരിയാലയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ 2 കാട്ടാനകളെ തുരത്താനുള്ള ശ്രമം ഊർജിതമായി പുരോഗമിക്കുന്നു. പായം, ആറളം, മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ ഇന്ന് രാത്രി 12 മണിവരെ പൊതുജനങ്ങൾ ഒത്തുകൂടുന്നത് നിരോധിച്ചിരിക്കുകയാണ്. ശബരിമലയിലെത്തുന്ന ഭക്തജനങ്ങൾക്കും ദേവസ്വം ജീവനക്കാർക്കുമായി സമഗ്ര അപകട ഇൻഷുറൻസ് പരിരക്ഷ ആരംഭിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി ജില്ലാ പരിധികളിൽ അപകടം സംഭവിച്ചാൽ ഭക്തർക്കും ജീവനക്കാർക്കും ഇൻഷുറൻസിന്റെ പ്രയോജനം ലഭിക്കും. ഇതിനു പുറമെ വിശുദ്ധി സേനാംഗങ്ങൾക്ക് പ്രത്യേകമായി അപകട സുരക്ഷാ പദ്ധതിക്കും തുടക്കമായിട്ടുണ്ട്. ന്യൂറോ ഡൈവേർജന്റ് പ്രശ്നങ്ങളുള്ളവരുടെ ഭദ്രമായ ജീവിതത്തിന് വരുമാനം ലഭിക്കുന്ന തൊഴിൽ ചെയ്യാൻ അവരെ പരിശീലിപ്പിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി R ബിന്ദു. ന്യൂറോ ഡൈവേർജന്റ് ഡിസോർഡറുകൾ സംബന്ധിച്ച് സാമൂഹ്യനീതി വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ജിയോ ഫെൻസിംഗ് നടപ്പാക്കി വാഹനങ്ങളുടെ വേഗത നിരീക്ഷിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. അമിത വേഗത്തിൽ കടന്നുപോകുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും. ഡ്രൈവിംഗ് കുറ്റകൃത്യങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിനായി സിവിലിയൻ ആപ്പ് യുവാക്കൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.